ഹലോ നമസ്തേ, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSAയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോവാം. HSA നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാണ്ട് അല്ലേ, അതിന്റെ പ്രാധാന്യം അറിയാലോ. യെസ്, അവസരങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും റെഡി ആയിരിക്കുക, എപ്പോഴും തയ്യാറെടുത്തിരിക്കുക. പരീക്ഷ വന്നാൽ എഴുതുക, ജയിക്കുക, നേടുക. ഒരു ജോലി, ഒരു ഗവൺമെന്റ് ജോലി നമുക്ക് കിട്ടിയാൽ കഴിക്കുമോ? ഇല്ലല്ലോ. യെസ്, നേടിയെടുക്കാം. प्रसाद ने अपने किस काव्य का प्रणयन शैव दर्शन के आधार पर किया है? प्रसाद അറിയാലോ അല്ലേ, जयशंकर प्रसाद ने अपने किस काव्य का प्रणयन शैव दर्शन के आधार पर किया है? ए झरना, बी लहर, सी महाराणा का महत्व, डी कामायनी. ഏതാണ്? ശൈവ ദർശനാണ്. അപ്പൊ ഒന്ന് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. ശൈവ ദർശൻ അത് വരുന്നത് ഏതാണ്? പ്രസാദിന്റെ നോട്ട് ചെയ്ത് വെക്കുക. ദ കാമായനി. ഓക്കെ. റിപ്പബ്ലിക് കിസ്കാ ഗ്രന്ഥ ഹെ? റിപ്പബ്ലിക് ആരുടെ ഗ്രന്ഥമാണ്? റിപ്പബ്ലിക്. എ അരസ്തു, ബി പ്ലേറ്റോ, സി ലോഗിനസ്, ഡി ഹൊറേസ്. ആരുടേതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഗ്രന്ഥം? നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? ദ ആൻസർ ബി പ്ലേറ്റോ. നിമ്നമേ വിശിഷ്ടാദ്വൈത് കെ പ്രവർത്തക കോൻ ഹെ? താഴെ പറയുന്നതിൽ വിശിഷ്ടാദ്വൈതിന്റെ പ്രവർത്തകൻ ആരാണ്? എ രാമാനുജ്, ബി നിംബാർക്ക്, സി മധ്വ്, ഡി ശങ്കർ. ആരാണ് വിശിഷ്ടാദ്വൈതിന്റെ പ്രവർത്തകൻ? ആരാണ്? ആ പേരിലും ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ? ആരാണ്? നമുക്ക് നോക്കാം. പേര് ഈസി ആണോ നോക്കാം കേട്ടോ. എസ്, ഓപ്ഷൻ എ രാമാനുജ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറുകാര് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് HSA ഇന്ത്യക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസിനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കിവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ജോയിൻ ചെയ്യണം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളാണ് കിട്ടുന്നത്. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, കമ്പൈൻ സ്റ്റഡി കിട്ടുന്നുണ്ട്, നോട്ട്സ് കിട്ടുന്നുണ്ട്, എല്ലാ സംഗതികളും കിട്ടും. നിങ്ങൾക്ക് എന്ത് സംശയമാണോ ഉള്ളത് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരിയേറെ അറിവുകൾ കിട്ടും. നിങ്ങളുടെ എന്താ പറയണേ, അറിവ് വർദ്ധിക്കും. നല്ല മാർക്ക് നേടുന്നതിന് നമ്മളെ പ്രാപ്തരാക്കും ആ ഗ്രൂപ്പ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യൂ. പെട്ടെന്ന് പഠിച്ചു തുടങ്ങും. ഓക്കെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രാസോകാൽ की व्युत्पत्ति किसने राजसूय शब्द से माना है? രാസോകാൽ, അതിനെ ആരാണ് രാജസൂയ എന്ന് പറയുന്ന വേർഡിലൂടെ കണക്കാക്കിയിരിക്കുന്നത്? എ ഗ്രിയേസൺ, ബി ഗാർസ ദത്താസി, സി ആചാര്യ രാമചന്ദ്ര ശുക്ല, ഡി മോത്തിലാൽ മേനാരിയ. ആരാണ്? ഓപ്ഷൻ ബി ഗാർസ ദത്താസി. ഓക്കെ. ഡിങ്കൽ കാ സംബന്ധ് കിസ്സേ ഹെ? ഡിങ്കൽ കാ സംബന്ധ് ഏതിനോടാണ് ഡിങ്കൽ എന്ന് പറയുന്ന കാര്യം ബന്ധപ്പെട്ടിരിക്കുന്നത്? എ സാഹിത്യക് രാജസ്ഥാനി, ബി അവധി, സി ഭോജ്പുരി, ഡി മൈഥിലി. ഏതാണ് ഡിങ്കൽ? ऑप्शन ए साहित्यक राजस्थानी. ചിന്നമസ്ത കിസ് വിധ की रचना है? ചിന്നമസ്ത ഏത് ടൈപ്പ് രചനയാണ് ചിന്നമസ്ത? എ കഹാനി, ബി ഉപന്യാസ്, സി കവിത, ഡി ആത്മകഥ. ഏതാണ് ചിന്നമസ്ത? ബി ഉപന്യാസ്. ഓക്കെ. HSA ഹിന്ദി നമുക്ക് ഹൈസ്കൂളിൽ ഹിന്ദി ടീച്ചറാവാം. കേട്ടിട്ട് കഴിഞ്ഞവരല്ലേ നമ്മളെല്ലാവരും അല്ലേ? അപ്പോൾ നമുക്ക് ഈ അവസരം നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കാം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ചേരുക. നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? ക്ലാസ് എന്തായാലും സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായോ? പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ ആൻസറൊക്കെ ചെയ്യും. മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. നിങ്ങൾക്ക് എന്താ പറയണേ, എന്ത് സംശയം നിങ്ങൾക്കുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് ദൂരീകരിക്കാം. നല്ലൊരു പ്രിപ്പറേഷനോട് കൂടി നമുക്ക് HSA നേടിയെടുക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ ഏത് സംശയവും ദൂരീകരിച്ച് തരും കേട്ടോ. വിളിക്കുക ഈ നമ്പറിൽ 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ. കഫൻ കിസ് പ്രകാർ കി കഹാനി ഹെ? കഫൻ കിസ് പ്രകാർ കി കഹാനി ഹെ? കഫൻ ഏത് ടൈപ്പ് കഥയാണ് കഫൻ? എ ആദർശവാദി, ബി യഥാർത്ഥവാദി, സി ആദർശോന്മുഖ യഥാർത്ഥവാദി, ദെൻ ഡി മനോവിശ്ലേഷണാത്മക. ഏത് ടൈപ്പ് കഥയാണ് കഫൻ? ഏത് ടൈപ്പ് കഥയാണ്? യഥാർത്ഥവാദി. കഫൻ നിങ്ങൾക്കറിയാം അല്ലെ? ആരുടെയാണെന്ന് അറിയാലോ അല്ലെ? പ്രേംചന്ദിന്റെ ആണെന്ന് അറിയാലോ. യെസ്,
മമ്മി ടക്കുരായിൻ കിസ് വിദാ കി രചന ഹെ? മമ്മി ടക്കുരായിൻ ഏത് ടൈപ്പ് രചനയാണ്? എ കഹാനി, ബി ഏകാംഗി, സി ഉപന്യാസ്, ഡി കവിത. ഏതാണ്? ബി ഏകാംഗി. इनमें से कौन सी लिपि दायीम और से बायीम और लिखी जाती है? ഇതിൽ ഏത് ലിപിയാണ് വലത്ത് നിന്ന് ഇടത്തേക്ക് എഴുതുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ദായിം ഓർ സെ ബായിം ഓർ. ഓക്കെ. എ ബ്രാഹ്മി, ബി മോഡി, സി ടക്കരി, ഡി ഗരോഷ്ടി. ഏത് ലിപി അങ്ങനെ എഴുതണേ? ഓപ്ഷൻ ഡി ഗരോഷ്ടി. നാഗരി കെ കിസ് രൂപ് കോ നന്ദി നാഗരി कहती है? നാഗരി ആ ഭാഷയുടെ അതിന്റെ ഏത് രൂപത്തിനെയാണ് നന്ദി നാഗരി എന്ന് പറയപ്പെടുന്നത്? ആ ലിപിയുടെ. എ ഉത്തരി, ബി ദക്ഷിണി, സി പശ്ചിമി, ഡി പൂർവി. ഏതിനെയാണ് നന്ദി നാഗരി എന്നറിയപ്പെടുന്നത്? ദക്ഷിണി. ദക്ഷിണിനെയാണ് നന്ദി നാഗരി എന്നറിയപ്പെടുന്നത്. ദേവനാഗരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് അറിയാമല്ലേ? യെസ്. കൽപ്പാന്തർ കിസ്കാ നാടക് ഹെ? കൽപ്പാന്തർ ആരുടെ നാടകമാണ്? എ സേട്ട് ഗോവിന്ദദാസ്, ബി ദുഷ്യന്ത് കുമാർ, സി വിഷ്ണു പ്രഭാകർ, ഡി ഗിരിജ കുമാർ മായൂർ. ആരുടെയാണ് കൽപ്പാന്തർ എന്ന് പറയുന്ന നാടകം? ആരുടേതാണ്? ആരുടേതാ? ഓപ്ഷൻ ഡി ഗിരിജ കുമാർ മായൂർ. महादेवी की निम्न कृतियों में कौन संस्मरण साहित्य में नहीं आता? മഹാദേവിയുടെ താഴെ പറയുന്ന കൃതികളിൽ ഏതാണ് സംസ്മരൺ സാഹിത്യത്തിൽ വരാത്തത്? നഹീം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. പതുക്കെ സാത്തി, ക്ഷണത, സ്മാരിക, ഇൻമേം കോയി നഹീം. ഏതാണ് വരാത്തത്? ഏതാ ആൻസർ നോക്കിയേ. ഓപ്ഷൻ ബി ക്ഷണത. ഇൻമേ കൃഷ്ണ സ്വാപതി കാ ഉപന്യാസ് നഹി ഹെ? കൃഷ്ണ സ്വാപതിയുടെ ഉപന്യാസം അല്ലാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ബാക്കിയെല്ലാം അവരുടേതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. കൃഷ്ണ സ്വാപതിയുടെ ഉപന്യാസം അല്ലാത്തത് ഏത്? അല്ലാത്തത് എന്നാണ് കേട്ടോ. നഹിം വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണേ, എടുത്തു ചാടി ആൻസർ ചെയ്യരുത്. നഹി ഹെ. എ ജിന്ദഗി നാമ, ബി മുർദാഗർ, സി മിത്രോ മർജാനി, ഡി ദിലോ ദാനിഷ്. ഏതാണ്? ഏതാണ് ആൻസർ? ऑप्शन बी मुर्दागर. नीचे की कहानियों में कौन सी നിർമ്മല വർമ്മ की नहीं है? താഴെ പറയുന്നതിൽ നിർമ്മല വർമ്മയുടേതല്ലാത്തത് ഏതാണ്? എ ലണ്ടൻ की एक रात, ബി പോസ്റ്റ് കാർഡ്, സി നീലി झील, ഡി ബീച്ച് ബഹസ് में. ഏതാണ് നിർമ്മല വർമ്മയുടേതല്ലാത്തത്? കഥകളിൽ ഈ പറയുന്നിരിക്കുന്ന കഥകളിൽ ഏതാണ്? നീലി झील. अंतरजाल का समानार्थी शब्द क्या है? इंटरमीडिया, इंटरियम, इंटेरिम, इंटीरियर, इंटरनेट. ഏതാണ് അന്തർജാൽ? അന്തർജാൽ ഇസിക്കൽ ടു ഇന്റർനെറ്റ്. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലെ. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. പലപ്പോഴും വന്ന് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് മാറിപ്പോകുന്നത് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.